പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യത്തിനിടയിൽ നയതന്ത്ര നീക്കങ്ങൾക്കും സൈനിക സമ്മർദ്ദത്തിനും ഒരേ സമയം വേഗം കൂടുകയാണ്. ഇറാൻ-അമേരിക്ക ബന്ധത്തിലെ അടുത്ത നിർണായക ഘട്ടമായി ജനീവയിൽ നടക്കാനിരിക്കുന്ന പുതിയ റൗണ്ട് ചർച്ചകൾ മാറിയിരിക്കുകയാണ്. ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക തയ്യാറാണെങ്കിൽ ആണവ കരാറിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാണെന്ന് ഉപവിദേശകാര്യമന്ത്രി മജീദ് തഖ്തറവാഞ്ചി വ്യക്തമാക്കിയതോടെ ചർച്ചകൾക്ക് മുൻപേ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷം കടുത്ത ചൂടേറി. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇറാന്റെ പ്രധാന നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഒരു കരാറിലേക്കെത്താൻ തങ്ങൾക്ക് തയ്യാറാണെങ്കിലും ആത്മാർത്ഥത തെളിയിക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്വമാണെന്നായിരുന്നു സന്ദേശം. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാതെ ആണവ വിഷയത്തിൽ മുന്നോട്ടു പോകില്ല. വർഷങ്ങളായി എണ്ണ കയറ്റുമതിയും ബാങ്കിംഗ് ഇടപാടുകളും നിയന്ത്രണത്തിൽപ്പെട്ടത് ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ചർച്ചകൾ സുരക്ഷാ വിഷയത്തേക്കാൾ സാമ്പത്തിക മോചനത്തിനായുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് കർശന നിലപാടാണ് ആവർത്തിക്കുന്നത്. ഇറാനെ ആണവായുധം നേടാൻ അനുവദിക്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക മാർഗത്തേക്കാൾ നയതന്ത്രപരമായ പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും കരാറില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്ക നൽകുന്നു. അതായത്, ഒരു വശത്ത് സംഭാഷണം, മറുവശത്ത് ശക്തിപ്രകടനം, രണ്ടും ചേർന്ന ഇരട്ട നയം. പ്രദേശത്ത് അമേരിക്കൻ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതും ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത്. ഒരു വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ സംഘർഷഭീതി ശക്തമായി. ഇറാൻ മുൻപ് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതിനാലാണ് സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ തെഹ്റാൻ ഇതിനെ ഭീഷണിയായി കാണുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2015-ലെ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ വീണ്ടും ആഗോള ചർച്ചയുടെ കേന്ദ്രമായി. ആ കരാറപ്രകാരം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം 3.67% പരിമിതപ്പെടുത്തുകയും ശേഖരം 300 കിലോഗ്രാമായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2018-ൽ ട്രംപ് ഭരണകൂടം കരാറിൽ നിന്ന് പിന്മാറിയതോടെ വിശ്വാസപ്രതിസന്ധി ആരംഭിച്ചു. അതിനുശേഷം ഇറാൻ ഘട്ടം ഘട്ടമായി നിയന്ത്രണങ്ങൾ ലംഘിച്ചു. അമേരിക്ക ഉപരോധങ്ങൾ ശക്തമാക്കി. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം. ചർച്ചകളിൽ അമേരിക്കൻ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ പങ്കെടുക്കും. ഇതിനു മുമ്പ് മസ്കറ്റിലും റോമിലും നടന്ന അനൗപചാരിക ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ കൂടിക്കാഴ്ച. മധ്യസ്ഥ വേഷത്തിൽ ഒമാൻ വീണ്ടും രംഗത്തുണ്ടെന്നത് ശ്രദ്ധേയമാണ്. പതിവായി ശത്രുക്കൾക്കിടയിലെ സംഭാഷണത്തിന് വഴിയൊരുക്കുന്ന രാജ്യമായി ഒമാൻ അറിയപ്പെടുന്നു. ഇതിനിടയിൽ ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയതും ശ്രദ്ധേയമായി. കരാർ വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ചർച്ചകൾക്ക് മുൻപേ തന്നെ സമ്മർദ്ദം ഉയർത്തി. മുമ്പ് നടന്ന സൈനിക നടപടികൾ, പ്രത്യേകിച്ച് ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഇറാൻ ഇപ്പോഴും അന്താരാഷ്ട്ര നിയമലംഘനമായി ആരോപിക്കുന്നു. അതിനാൽ വിശ്വാസം പുനർനിർമ്മിക്കുക തന്നെ ഈ ചർച്ചകളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാകും. ഈ ചർച്ചകൾ വിജയിച്ചാൽ അത് വെറും ഇരുരാജ്യ കരാർ മാത്രമാകില്ല, ആഗോള സാമ്പത്തികവും സുരക്ഷാ സംവിധാനവും ബാധിക്കും. ഇറാന്റെ എണ്ണവിപണിയിലേക്കുള്ള മടങ്ങിവരവ് എണ്ണവില സ്ഥിരപ്പെടുത്താം. പരാജയപ്പെട്ടാൽ സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ലോകം മുഴുവനിപ്പോൾ ജനീവയിലേക്ക് നോക്കുകയാണ്. നയതന്ത്രം ജയിക്കുമോ, ശക്തിപ്രകടനം ജയിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമറിയാൻ.